പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 6ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ അറിഞ്ഞു വിടരാം എന്ന 4ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളർച്ചയുടെ ഈ കാലഘട്ടത്തിൽ പല കാര്യങ്ങളും അനുഭവത്തിലൂടെ പഠിക്കുക എന്നൊരു ഉദ്ദേശം കൂടി നമ്മുടെ പഠനത്തിനുണ്ട്. അതിന് ആക്കം കൂട്ടുന്ന ചില കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 50,000-ൽ പരം പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് സ്റ്റോറേജ് ബാറ്ററി ഉണ്ടാക്കാൻ എഡിസന് കഴിഞ്ഞത്. ഇതറിഞ്ഞ ഒരു സുഹൃത്ത് അദ്ദേഹത്തിനോട് ചോദിച്ചു, 50,000 പരാജയങ്ങൾക്കൊടുവിലാണല്ലോ നിങ്ങൾ സ്റ്റോറേജ് ബാറ്ററി കണ്ടെത്തുന്നതിൽ വിജയിച്ചത്, അല്ലേ? എഡിസന്റെ മറുപടി പെട്ടെന്നായിരുന്നു, നിങ്ങളുടെ വിലയിരുത്തൽ ഒട്ടും തന്നെ ശരിയല്ല. ബാറ്ററി നിർമ്മിക്കാൻ പര്യാപ്തമല്ലാത്ത 50,000 പരം വഴികളാണ് ഞാൻ ആദ്യം കണ്ടെത്തിയത്. സുഹൃത്തിൻ്റെ ചോദ്യത്തോട് എഡിസൺ എങ്ങനെയാണ് പ്രതികരിച്ചത്? നിങ്ങളുടെ വിലയിരുത്തൽ ഒട്ടും ശരിയല്ല. ബാറ്ററി നിർമ്മിക്കാൻ പര്യാപ്തമല്ലാത്ത 50,000 വഴികളാണ് ഞാൻ ആദ്യം കണ്ടെത്തിയത്. എൻ്റെ പ്രതികരണത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ്? പരാജയങ്ങളിൽ തളർന്ന് പിന്തിരിയാനുള്ളതല്ല മനുഷ്യജന്മം. നിരന്തരമായ പരിശ്രമത്തിലൂടെ പുതിയ പുതിയ വഴികൾ കണ്ടെത്താൻ മനുഷ്യന് സാധിക്കും. പലതവണ പരിശ്രമിച്ച് ഒടുവിൽ വിജയിച്ച എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും ക്ലാസ്സിൽ പങ്കുവയ്ക്കുക. പരിശ്രമം ചെയ്യുകയെന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിലയച്ചതീശൻ. KC കേശവപിള്ളയുടെ അർത്ഥവത്തായ ഈ വരികൾ നമ്മുടെ പാഠഭാഗത്തിന് എന്തുകൊണ്ടും ചേർന്നതാണ്. പലതവണ പരിശ്രമിച്ച് ഒടുവിൽ വിജയം കണ്ടെത്തിയ ഏതെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ലാസ്സിലെ കുട്ടികളുമായി പങ്കുവയ്ക്കുക. ശാസ്ത്ര പരീക്ഷണങ്ങളിലൂടെ മാത്രമാണോ നമ്മൾ മുന്നേറുന്നത്? പുതിയ പുതിയ കണ്ടെത്തലുകളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കാണ് ഈ പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് ഉത്തരം ലഭിക്കുന്നത്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ജവഹർലാൽ നെഹ്റു 1930-33 കാലഘട്ടത്തിൽ ജയിലിൽ വെച്ച് മകൾ 10 വയസ്സുകാരി ഇന്ദിരയ്ക്ക് അയച്ച കത്തുകളുടെ സമാഹാരമായ വിശ്വചരിത്രാവലോകത്തിൽ നിന്ന് എടുത്ത ഭാഗമാണിത്. ശാസ്ത്രം മുന്നേറുന്നു. ഓമനെ, നിനക്ക് ഞാൻ എഴുതട്ടെ? ഞാൻ എവിടെ നിന്ന് തുടങ്ങട്ടെ? ഭൂതകാലത്തെപ്പറ്റി ഓർക്കുമ്പോൾ അനവധി ചിത്രങ്ങൾ എൻ്റെ മനസ്സിലൂടെ കുതിച്ചു പായുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവയാണ് അവയിൽ ചിലത്. ഉടൻ ഞാൻ അവയെക്കുറിച്ച് മനോരാജ്യം കൊള്ളുകയായി. മിക്കവാറും അറിയാതെ തന്നെ കഴിഞ്ഞുപോയ സംഭവങ്ങളെ ഇന്ന് നടക്കുന്നവയുമായി താരതമ്യപ്പെടുത്തി അതിൽ നിന്ന് നിനക്ക് മാർഗനിർദ്ദേശം നൽകാൻ കഴിയുന്ന ചില പാഠങ്ങൾ കുറിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് ലോകത്തിലെ നാനാവിധ വിഷയങ്ങളെക്കുറിച്ച് തന്നാലാവുന്ന വിധം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഈ കത്തിലൂടെ. അവയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള നല്ല നല്ല സ്വപ്നങ്ങൾ, ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. മനുഷ്യർ എത്രയോ മുമ്പ് ജീവിച്ചിരുന്ന എല്ലാത്തരം തിരക്കുകളേക്കാൾ കൗതുകകരമായൊരു ജീവിയാണ്. കാരണം മറ്റൊരു ജീവിക്കുമില്ലാത്ത ഒരു വിശേഷ വസ്തുവും കൊണ്ടാണ് അവൻ വന്നത്. മനസ്സ്, ജിജ്ഞാസ, അന്വേഷിക്കുവാനും മനസ്സിലാക്കാനുള്ള ആഗ്രഹമാണത്. അങ്ങനെ ആദ്യകാലം മുതൽക്ക് തന്നെ മനുഷ്യരുടെ അന്വേഷണവും ആരംഭിച്ചു. ഒരു ശിശുവിനെ സൂക്ഷിച്ചു നോക്കൂ. അതെങ്ങനെ തൻ്റെ ചുറ്റുപാടുമുള്ള നൂതനവും ആശ്ചര്യകരവുമായ ലോകത്തെ മിഴിച്ചു നോക്കുന്നു, എങ്ങനെ ആളുകളെയും പദാർത്ഥങ്ങളെയും തിരിച്ചറിയാൻ തുടങ്ങുന്നു, എങ്ങനെ ഓരോന്ന് മനസ്സിലാക്കുന്നു. ഒരു ചെറിയ പെൺകുട്ടിയെ എടുക്കൂ. ആരോഗ്യവും പ്രസരിപ്പുമുള്ള ഒരു കുട്ടിയാണ് അവളെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച്, എന്തൊക്കെ ചോദ്യങ്ങൾ അവൾ ചോദിക്കും. ഇതേ വിധം തന്നെ ചുറ്റുമുള്ള ലോകം നൂതനവും ആശ്ചര്യവും ആശ്ചര്യകരവും ഒട്ടേറെ ഭയജനകവുമായിരുന്ന ആ ചരിത്ര ആരംഭത്തിൽ ശിശുപ്രായരായ മനുഷ്യർ
അത്ഭുതത്തോടെ ചുറ്റുപാടും മിഴിച്ചു നോക്കിയിട്ടുണ്ടാവും. പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. എന്നാൽ അവൻ തന്നോടല്ലാതെ ആരോട് ചോദിക്കാനാണ്? വേറെ ആരുണ്ട് അവന് മറുപടി പറയാൻ? എങ്കിലും അവൻ്റെ പക്കൽ വിസ്മയാവഹമായ ഒരു വസ്തു ഉണ്ടായിരുന്നു: മനസ്സ്. ഇതിൻ്റെ സഹായത്തോടു കൂടി സാവധാനത്തിലും പണിയപ്പെട്ടും അവൻ അനുഭവങ്ങൾ ശേഖരിച്ചു തുടങ്ങുകയും അവയിൽ നിന്ന് പലതും പഠിക്കുകയും ചെയ്തു. അങ്ങനെ ആദ്യകാലം മുതൽക്ക് ഇന്നോളം മനുഷ്യരുടെ അന്വേഷണം തുടർന്നു പോന്നു. പലതും അവർ ഇതിനിടയ്ക്ക് കണ്ടുപിടിച്ചു. നമ്മുടെ മനസ്സിൻ്റെ അത്ഭുതാവഹമായ ഒരു ശക്തിയെക്കുറിച്ചാണ് നെഹ്റു പറയുന്നത്. 19-ാം നൂറ്റാണ്ട് പുരോഗമിച്ചതോടെ മാറ്റത്തിൻ്റെ ഗതിക്ക് വേഗത കൂടി. ശാസ്ത്രം ഒന്നിനൊന്ന് പിറകെ പല അത്ഭുതങ്ങളും സാധിച്ചു. കണ്ടുപിടുത്തത്തിൻ്റെയും നിർമ്മാണത്തിൻ്റെയും ഈ നിരവസാനമായ ഘോഷയാത്ര ആളുകളുടെ കണ്ണിഞ്ചിപ്പിച്ചു. ഈ കണ്ടുപിടുത്തങ്ങളിൽ പലതും ജനങ്ങളുടെ ജീവിതത്തിൽ വമ്പിച്ച മാറ്റങ്ങൾ വരുത്തി. കമ്പി, ദൂരശ്രവണ യന്ത്രം, മോട്ടോർ വാഹനം, അവസാനമായി വിമാനം എന്നിവ വഴിക്ക് വഴിയെ പ്രത്യക്ഷപ്പെട്ടു. അങ്ങേയറ്റത്ത് ഏറ്റവും വിദൂരവർത്തിയായ ജ്യോതിർഗോളങ്ങളെയും ഇങ്ങേയറ്റത്ത് അദൃശ്യമായ പരമാണുവിനെയും അതിൻ്റെ അവാന്തര ഘടകങ്ങളെപ്പോലും അളന്നു തിട്ടപ്പെടുത്താൻ ശാസ്ത്രം സാഹസപ്പെട്ടു. അത് മനുഷ്യരുടെ ക്ലേശങ്ങൾ ലഘൂകരിച്ചു. അനേക ലക്ഷം ആളുകൾക്ക് ജീവിതം കൂടുതൽ ശ്രമരഹിതവും സുഖകരവുമായി തീർന്നു. ലോകത്തിൻ്റെ ജനസംഖ്യ ഗണ്യമായി വർദ്ധിക്കാൻ തുടങ്ങി, വ്യവസായപ്രധാനമായ രാജ്യങ്ങളിൽ വിശേഷിച്ചും. അതോടൊപ്പം തന്നെ ശാസ്ത്രം നശീകരണത്തിനുള്ള ഏറ്റവും സമൃദ്ധമായ സാമഗ്രികളും സൃഷ്ടിച്ചു വെച്ചു. എന്നാൽ ഇത് ശാസ്ത്രത്തിൻ്റെ തെറ്റായിരുന്നില്ല. പ്രകൃതിയുടെ മേലുള്ള മനുഷ്യൻ്റെ ആജ്ഞാശക്തിയെ വർദ്ധിപ്പിക്കുകയായിരുന്നു ശാസ്ത്രത്തിൻ്റെ ജോലി. ആ ജോലി അത് മുറയ്ക്ക് നിർവഹിച്ചു. എന്നാൽ പ്രകൃതിയുടെ മേൽ ഇത്രയും ആജ്ഞാശക്തി നേടിയ മനുഷ്യനാകട്ടെ തന്നെത്താൻ ആജ്ഞാപിക്കേണ്ടതെങ്ങനെയെന്ന് അറിഞ്ഞുകൂടായിരുന്നു താനും. അതിനാൽ അയാൾ പലപ്പോഴും പിഴച്ചു പെരുമാറുകയും ശാസ്ത്രത്തിൻ്റെ സമ്മാനങ്ങളെ ദുരുപയോഗപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ടും ശാസ്ത്രം അതിൻ്റെ മുന്നോട്ടുള്ള ജൈത്രയാത്ര മുറയ്ക്ക് തുടർന്നു. വെറും ഒരു 150 വർഷത്തിനിടയ്ക്ക് അത് അതിനു മുമ്പുണ്ടായ എല്ലാ സഹസ്രാബ്ദങ്ങൾക്കും കൂടി ഒട്ടാകെ സാധിച്ചതിലേറെ ലോകത്തെ ആകെ മാറ്റിയെടുക്കുകയും ചെയ്തു. ഏതു വഴിക്ക് നോക്കിയാലും, ജീവിതത്തിൻ്റെ ഏത് തുറയെടുത്താലും ശാസ്ത്രം ലോകത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിവെച്ചിട്ടുള്ളതായി കാണാം. ശാസ്ത്രത്തിൻ്റെ ഈ മുന്നേറ്റം ഇന്നും തുടർന്നു വരികയാണ്. അത് അധികം വേഗത്തിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് വിശ്രമമില്ല. ഒരു തീവണ്ടിപ്പാത നിർമ്മിക്കുന്നു. മുഴുമിച്ച് പ്രവർത്തിക്കാറാകുമ്പോഴേക്ക് തന്നെ അത് പഴഞ്ചനായി കഴിഞ്ഞു. നാം ഒരു യന്ത്രം വാങ്ങി സ്ഥാപിക്കുന്നു. 1-2 കൊല്ലം കഴിയുമ്പോഴേക്ക് അതേ തരത്തിലുള്ള കൂടുതൽ നൂതനവും പ്രവർത്തനക്ഷമവുമായ യന്ത്രങ്ങൾ വരികയായി. അങ്ങനെ പോകുന്നു പുരോഗതിയുടെ ഈ തുടർച്ച. വിശ്വചരിത്രാവലോകം ഭാഗം 2. ജവഹർലാൽ നെഹ്റു. വിവർത്തനം വി. രാമനുണ്ണി മേനോൻ.